ഹലോ നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മെഴുകലും പരിപാടിയൊക്കെ ആയിരുന്നു, ഇട്ടിരിക്കുന്നേ ഉള്ളൂ. വൃശ്ചിക മാസമൊക്കെ അല്ലേ, അപ്പം ഒന്ന് നല്ലോണം മെഴുകാമെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ ചന്ദനത്തിരി കത്തിക്കുന്നതിനോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി 2-3 സൈസിലുണ്ട് കേട്ടോ. നീളമുള്ള നമ്മളുടെ അതിർബത്തി ഉണ്ട്, പിന്നെ ഒരു സൈസ് പുകയുള്ളൊരു സാധനം, പുകയ്ക്കുന്ന സാധനമുണ്ട്, കുന്തിരിക്കം ഒക്കെ വെച്ചിട്ടുള്ളൊരു പുകയുള്ള അതിർബത്തി ഉണ്ട്. അങ്ങനെ 2-3 സൈസിലുള്ള അതിർബത്തിയൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം എന്ത് പുകച്ചാലും ആരെയും ശ്രദ്ധിക്കാറില്ല. വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഞാൻ ലൈഫ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ശല്യവും ഇല്ല. അതാ കണ്ടില്ലേ, വിജനമായിട്ട് കിടക്കണം, ആരും ശല്യവും ഇല്ല. രാവിലെ അവിടെ മെഴുകി ഇട്ടിരിക്കുന്നതാണ്, സ്റ്റെപ്പൊക്കെ മെഴുകി. ആരുമില്ല, എന്നെ ശല്യപ്പെടുത്താനൊന്നും ആരുമില്ല. കണ്ടില്ലേ, ഇതെല്ലാം ഒന്ന് പകുതിയെ കാണിച്ചു തരാം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ രാവിലെ കുളിയെല്ലാം കുറച്ച് ലൈറ്റായിപ്പോയി ഇന്ന്. മെഴുക്കലും പരിപാടിയൊക്കെ, മെഴുകലും പരിപാടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി. അതൊക്കെ ചെയ്ത് വന്നു, പാത്രമൊക്കെ കഴുകി കുറച്ച് അടുക്കി പെറുക്കിയൊക്കെ വെച്ച്, അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും നീറ്റാക്കി വന്നപ്പോഴത്തേക്കും വിളക്ക് രാവിലെ എന്തായാലും പല്ല് തേച്ച് വന്നതിന് ശേഷം ഒരു വിളക്ക് കത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്യും, വിളക്ക് കത്തിക്കും, കുറച്ച് നേരം ഇരുന്ന് ജപിക്കും, പ്രാർത്ഥിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയെന്ന് തോന്നുന്നപ്പോഴാണ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, വിജനമായിട്ട് കിടക്കുന്നു, ആരുമില്ല, ഒരാളുമില്ല. ഇത് അവിടെയും ചന്ദനത്തിരി പുറത്തും കത്തിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പുറത്തും കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ശല്യമില്ല. അപ്പോൾ നമുക്ക് വിപണിയിൽ ധാരാളം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാൻ കിട്ടും. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പൂജാ സാധനങ്ങൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഗണപതി ഹോമം അല്ലെങ്കിൽ ഹോമങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ നടത്തുന്നതെന്ന് പറയുമ്പോൾ, നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ചകിരി തൊണ്ടിട്ടിട്ടല്ലേ ഗണപതി ഹോമം ചെയ്യുക. പിന്നെ ബാക്കി പൂജാദ്രവ്യങ്ങളെല്ലാം ഇടും, തിരുമേനി അതെല്ലാം ഉപയോഗിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാട്ടിലുള്ള സാധനങ്ങൾ, കാട്ടിൽ നിന്ന് ഉണങ്ങിയെടുക്കുന്ന കായ്ഫലങ്ങൾ, നെല്ല്, പിന്നെ കാട്ടിലെ ഓരോരോ കായ്കനികൾ, അങ്ങനെയുള്ള ഇത്, പിന്നെ റോസപ്പൂവില്ലേ, റോസ് പൂവൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഒരു ഉണക്കി വെച്ചിട്ട് നമുക്കത് പുകയ്ക്കാനൊക്കെ എടുക്കാൻ നല്ല ഇതാണ് കേട്ടോ. നല്ല നെഗറ്റീവ് ഒക്കെ പോയി നമുക്ക് പോസിറ്റീവ് കിട്ടാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ വിളക്കിൻ്റെ അടുത്തൊക്കെ വെക്കുന്ന പൂക്കളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ചെമ്പരത്തി അങ്ങനെയുള്ള പൂക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അത് ഒഴുക്കി കളയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ റോസ് അങ്ങനെയുള്ള പൂവൊക്കെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കുന്തിരിക്ക അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് പുകയ്ക്കുന്ന കൂടെ എന്ത് ചെയ്യാം, അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അതിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വന്നേ ഉള്ളൂ. നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടല്ലോ, എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വേറെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ വന്നതാണ്. നല്ലോണം തളർന്നിട്ടുണ്ട്, ഞാൻ അടുത്ത് ഞങ്ങൾക്ക് നിലത്തിരുന്ന് കുമ്പിട്ടിരുന്ന് മെഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ട്, അവശ നിലയിലാണ് ഉള്ളത് ഇപ്പം. അപ്പം എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കണ്ട ഒരു വാചകമാണ്, അതെന്നെ വല്ലാതെ എന്ത് ചെയ്തു ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് എല്ലാവരും എന്ത് ചെയ്യും, ചിരിക്കുന്ന ഒന്നും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ സ്വയം പര്യാപ്തതയിൽ എന്ത് ചെയ്യുക, ആയിത്തീരാനായിട്ട് ശ്രമിക്കുക. ആത്മീയ ജീവിതത്തിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് എന്തിനെ നേരിടാനുള്ളൊരു ശക്തി ഉണ്ടാവും. നമ്മളെ കൂടെ ആരൊക്കെ നമ്മളെ കൈവിട്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും, സ്വയം പര്യാപ്തതയിൽ നമുക്ക് സ്വയമായിട്ടുള്ള പര്യാപ്തതയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും, ഇപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാലും
എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴും നമുക്ക് സ്ട്രെങ്തി ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ ആത്മീയത തന്നെയാണ്. അതെന്നെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിലുള്ള ആത്മീയത അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആത്മീയത അത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല. അത് നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ആവശ്യ സമയങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, ആവശ്യ സമയത്ത് നമുക്ക് ഉൾക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആത്മീയ ജീവിതമെന്ന് പറയുന്നത്. അപ്പം ചിലരൊക്കെ പറയും, അവൾ ഭയങ്കര ഭക്തിക്കാരിയാണ്. ഞാൻ പറയട്ടെ, ഭക്തിയുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരാളെ ദ്രോഹിക്കാൻ പറ്റത്തില്ല. ഭക്തി ചമഞ്ഞ് നടക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റൊരാളെ ദ്രോഹിക്കാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥമായിട്ട് നമ്മൾ ഭഗവാൻ എന്താണെന്നും അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം എന്താണെന്നും പ്രകൃതി എന്താണെന്നും അതൊക്കെ മനസ്സിലാക്കി ജീവിച്ച് അപ്പം എന്നെക്കുറിച്ച് ഞാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടോ, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാൾ ആരാണ്, എന്താണ് എന്നൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അന്നും ചെറുപ്പകാലഘട്ടങ്ങളിലും പള്ളിയിൽ പോകാനും മെഴുതിരി കത്തിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പണ്ടും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരാളായിരുന്നു. അപ്പം അതെല്ലാം വെച്ച് എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ചെയ്തു, ഒറ്റപ്പെട്ട് വന്നപ്പോൾ, ശരിക്കും ഒറ്റപ്പെട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി. ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നല്ല രീതിയിൽ എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലകളിലും ആത്മീയ മേഖലകളിലും ലൈഫിലെ എല്ലാ സ്ഥാനങ്ങളിലും ഒറ്റപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിനോടിപ്പം എനിക്ക് എന്ത് വരും, നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താണ് വരിക, അങ്ങനെയുള്ളൊരു പേടിയൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് എന്തെങ്കിലും കാണും. ഞാൻ ഉള്ള സമയം ഇപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം ആസ്വദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്തത്. നല്ലോണം രാവിലെ എണീക്കണത് നല്ല എൻജോയ് ചെയ്യാറുണ്ട്, പല്ല് തേക്കണത് എൻജോയ് ചെയ്യാറുണ്ട്, ചായ കുടിക്കണത് എൻജോയ് ചെയ്യാറുണ്ട്, ചുമ്മാ ഇരിക്കണത് എൻജോയ് ചെയ്യാറുണ്ട്, ഇവിടെ വെറുതെ ഇരുന്ന് ആസ്വദിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ആസ്വദിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കണം. ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരാളെയും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിനി ആരെയും ബോധിപ്പിക്കാനില്ല. എനിക്ക് ഈ ലോകത്തിൽ ഒരാളെയും ബോധിപ്പിക്കാനില്ല, ഒന്നും ബോധിപ്പിക്കാനില്ല. അപ്പം ഞാൻ നല്ലോണം ഇന്ന് ജീവിക്കുന്നത് നല്ല രീതിയിൽ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുന്നു, വീഡിയോ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ആരെയും ബോധിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു. രാവിലെ എണീറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, ജോലികളെല്ലാം ചെയ്തു, വിളക്ക് കത്തിച്ചു, ശാന്തി എടുത്ത് ഇപ്പോൾ ഫ്രീ ആയിട്ട് വന്നിരുന്നു. ഞാനത് എൻജോയ് ചെയ്യുന്നു. ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യുന്നു. ഫുഡ് കഴിക്കണം എൻജോയ് ചെയ്യുന്നു, വെള്ളം കുടിക്കണം എൻജോയ് ചെയ്യുന്നു, ആത്മീയ ജീവിതം എൻജോയ് ചെയ്യുന്നു, പ്രെയർ ചെയ്യണം എൻജോയ് ചെയ്യുന്നു, യാത്ര ചെയ്യണം എൻജോയ് ചെയ്യുന്നു. എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആളെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതൊന്നും കണ്ടിട്ട് ആരും കണ്ണ് കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ എൻ്റേതായ നല്ലതായിട്ട് നമ്മൾ ജീവിക്കണം. എല്ലാ കഷ്ടനഷ്ടങ്ങളിലും എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ അങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് വെച്ചാൽ എൻ്റെ ഇതിലും പ്രായത്തിൽ, ഇതിലും കുറഞ്ഞ പ്രായങ്ങളിലും അത് ഓരോ നിമിഷവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല പോലെ പ്രതിസന്ധികളിൽ കൂടി കടന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ വീഡിയോ ഇട്ട് തരുമ്പോൾ നിങ്ങൾ അതിൽ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു, ലൈവ് കാണുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരുപാട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ചു നിന്നു. കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് ഞാൻ ഫോൺ ചെയ്തിട്ട് ഒരാളുടെ നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു. എനിക്കുണ്ടല്ലോ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തുണ്ടെങ്കിലും, ഇപ്പോൾ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും പ്രധാനമന്ത്രി ആരാണെന്ന് പറഞ്ഞാലും എനിക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് കൊടുക്കണം. അതങ്ങോട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം, എന്തൊരു വിമ്മിഷ്ടമാണെന്നറിയാം. കൊടുക്കാനുള്ളത് മുഖത്ത് നോക്കി കൊടുക്കുക. അത് വായും കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കും, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ തനിയെയാണ് യാത്ര ചെയ്യുന്നത്. ആരൊക്കെ സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആവശ്യത്തിന് നിങ്ങളൊന്ന് വായ്പ ചോദിച്ചു നോക്കി, കയ്യിൽ വെച്ചുകൊണ്ടില്ലെന്ന് പറയുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അതൊക്കെ മനസ്സിലാവും. അപ്പം ലോകം എന്ന് പറയുന്നത് അവരവരുടെ കാര്യങ്ങളാണ് അവരവർക്ക് വലുത്. അതുപോലെ എനിക്കും എൻ്റെ കാര്യമാണ് എനിക്കും വലുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം നമ്മൾ തനിയെ ജീവിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ഇന്ന ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ഡ്രസ്സ് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും വലിയ അഭിമാനമാണ്. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ആരും ഒന്നും ചെയ്തു തരാനില്ല, എനിക്ക് ആരും ഒന്നും വാങ്ങിച്ചു തരാനില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്ത് പോകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1 രൂപയാണെങ്കിലും എന്ത് ചെയ്യും,
കൂട്ടി വയ്ക്കും. 1 രൂപ എൻ്റെ കയ്യിൽ നിന്ന് അധികം ചിലവായി കഴിഞ്ഞാൽ ഞാൻ ആ 1 രൂപ നികത്താൻ നോക്കും. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്നത്. എല്ലാവർക്കും തോന്നും ഞാൻ എല്ലാം ഈസി ആയിട്ടാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. ഇല്ല, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ നിന്നാണ് ഈ യാത്ര ചെയ്യാനൊക്കെ ഇതിന് മാത്രം പൈസ? ഞാൻ ജോലി ചെയ്തപ്പോഴും ഞാൻ അനാവശ്യമായിട്ട് ഞാൻ ചിലവഴിച്ച് കളഞ്ഞിട്ടില്ല പൈസകളാണ്. ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ട്. നാരങ്ങ വെള്ളവും കുടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷയിലും പോയി ജീവിക്കാം. പക്ഷെ ആ സ്ഥാനത്ത് 30 രൂപയുടെ ഓട്ടത്തിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട്. ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകണമെങ്കിൽ അത്രയും സ്ഥലത്ത് 30 രൂപയുടെ ചിലപ്പോൾ ഓട്ടം കാണും. ആ സ്ഥലത്ത് വഴി അറിയത്തില്ലാത്ത സ്ഥലത്ത് ചോദിച്ച് നടന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ കൊണ്ടുപോയത്. പിന്നെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വീട്ടുകാരുടെ സ്ഥിതി നാട്ടുകാരുടെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാനിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പാലം കൊള്ളിങ്ങിയാലും കേളം കൊല്ലിങ്ങില്ലെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മളെന്ത് ചെയ്യുക, തനിയെ ജീവിക്കാനായിട്ട് പഠിക്കുക. ആരെയും അധികം വിശ്വസിക്കാതിരിക്കുക, ആരെയും ആശ്രയിക്കാതിരിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക. എന്ത് പ്രശ്നം വന്നാലും, ഇനി ഞാൻ പറയാം, വാർദ്ധക്യമാണെങ്കിൽ ഇഴഞ്ഞിട്ട് ജീവിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യുക, ആരെയും ആശ്രയിക്കാതെ ഇപ്പോഴേ എന്ത് ചെയ്യുക, തരണം ചെയ്ത് നമ്മൾ സ്റ്റേണായിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.